ജീവചരിത്രങ്ങൾ. ജോൺ അസ്റഫ്. ഒരു തെരുവ് പയ്യനായിരുന്ന ജോൺ അസ്റഫ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കുന്ന പുസ്തകങ്ങളുടെ രചയിതാവും പ്രഭാഷകനും ബിസിനസ് ഉപദേഷ്ടാവും ആണ്. സാധാരണമല്ലാത്ത ശൈലിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ ധാരാളം സമ്പത്ത് ആർജിക്കുവാൻ പുതിയ സംരംഭകരെ സഹായിക്കുക എന്ന ദൗത്യത്തിൽ പ്രതിജ്ഞാബദ്ധനാണ് അദ്ദേഹം. കഴിഞ്ഞ 25 വർഷമായി അദ്ദേഹം മനുഷ്യ മസ്തിഷ്കം, ക്വാണ്ടം ഫിസിക്സ്, ബിസിനസ് തന്ത്രങ്ങൾ എന്നിവയിൽ ഗവേഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം ജീവിതത്തിലും ബിസിനസ്സിലും വിജയം നേടുന്നതുമായി ബന്ധപ്പെട്ടവയാണ്. താൻ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ജോൺ അസ്റഫ് ഒന്നുമില്ലായ്മയിൽ നിന്ന് 4 വമ്പൻ ബഹുദശലക്ഷം ഡോളർ കമ്പനികൾ പടുത്തുയർത്തി. ഇപ്പോൾ അദ്ദേഹം ബിസിനസ് വളർത്തുന്നതിലും പണം സമ്പാദിക്കുന്നതിലുമുള്ള തൻ്റെ അനന്യമായ ആശയങ്ങൾ ലോകത്തെമ്പാടുമുള്ള സംരംഭകർക്കും ചെറു ബിസിനസ് ഉടമകൾക്കും പറഞ്ഞുകൊടുക്കുന്നു. കൂടുതൽ അറിയുവാൻ www.onecoach.com സന്ദർശിക്കുക. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. നിഷ്പക്ഷനും മതാതീത പുരോഗമനവാദിയുമായ മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത് 1986 അഗാപ്പെ രാജ്യാന്തര ആത്മീയ കേന്ദ്രം സ്ഥാപിച്ചു. അതിലിപ്പോൾ 10,000 നേരിട്ടുള്ള അംഗങ്ങളും ലോകത്തെമ്പാടുമായി ലക്ഷക്കണക്കിന് സുഹൃത്തുക്കളും അനുബന്ധ അംഗങ്ങളുമുണ്ട്. അദ്ദേഹം വിശുദ്ധനായ ദലൈലാമ, ശ്രീലങ്കൻ സർവോദയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ഡോക്ടർ ആര്യ രത്നെ, മഹാത്മാഗാന്ധിയുടെ പേരമകനായ അരുൺ ഗാന്ധി തുടങ്ങിയ ഉജ്ജ്വലരായ ആത്മീയ വ്യക്തിത്വങ്ങൾക്കൊപ്പം അന്തർദേശീയ സമിതികളിൽ സേവനം അനുഷ്ഠിക്കുന്നു. അസോസിയേഷൻ ഫോർ ഗ്ലോബൽ ന്യൂ തോട്ടിൻ്റെ സഹസ്ഥാപകനാണ്. ഈ സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ മനുഷ്യൻ്റെ അന്തർലീന ശക്തിയെ അതിൻ്റെ അത്യുന്നതിയിൽ എത്തിക്കുവാൻ വഴികാട്ടുന്നവരിൽ മുൻനിരയിലുള്ള ശാസ്ത്രജ്ഞരും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരും കലാകാരന്മാരും ആത്മീയ നേതാക്കളും ഒത്തുചേരുന്നു. ഡോക്ടർ ബെക്ക്വിത്ത് ധ്യാനനിഷ്ഠകളും ശാസ്ത്രീയ പ്രാർത്ഥനാ രീതികളും പഠിപ്പിക്കുന്നു. ധ്യാന സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. സെമിനാറുകളിലും സമ്മേളനങ്ങളിലും പ്രഭാഷണങ്ങൾ നടത്തുന്നു. ലൈഫ് വിഷനിങ് പ്രോഗ്രാമിംഗ് പ്രോസസ്സ് ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. ഇൻസ്പിരേഷൻസ് ഓഫ് ദി ഹാർട്ട്, 40-Day മൈൻഡ് ഫാസ്റ്റ് സോൾ ഫീസ്റ്റ്, എ മാനിഫെസ്റ്റോ ഓഫ് പീസ് എന്നീ കൃതികളുടെ രചയിതാവാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agapelive.com സന്ദർശിക്കുക. ജനവീവ് ബെഹ്റണ്ട്. സി 1881 സി 1960. ആദ്യകാല ആത്മീയ മെറ്റാഫിസിക്സ് ഗുരുവും മെൻ്റൽ സയൻസിൻ്റെ രചയിതാവുമായ മഹാനായ ജഡ്ജ് തോമസ് ട്രൊവാർഡിൻ്റെ കീഴിലായിരുന്നു ജനവീവ് ബെഹ്റണ്ട് ശിക്ഷണം നേടിയത്. തോമസ് ട്രൊവാർഡ് തൻ്റെ ഏക ശിഷ്യനായി സ്വീകരിച്ചത് ബെഹ്റണ്ടിനെ ആയിരുന്നു. പിന്നീട് 35 വർഷക്കാലം ഇവർ വടക്കേ അമേരിക്കയിൽ മെൻ്റൽ സയൻസ് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം വളരെ ജനപ്രീതി നേടിയ യുവർ ഇൻവിസിബിൾ പവർ, അറ്റൈനിങ് ടു യുവർ ഹാർട്ട്സ് ഡിസയർ എന്നീ പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തു. ലീ ബ്രോവർ. ബിസിനസ് സ്ഥാപനങ്ങൾ, സംഘടനകൾ, കുടുംബങ്ങൾ, വ്യക്തികൾ എന്നിവർക്കൊക്കെ അവരുടെ മൂല്യവും അനുഭവവും പങ്കാളിത്തവും സാമ്പത്തിക ആസ്തികളും ശക്തിപ്പെടുത്തുവാനുള്ള രീതികളും പരിഹാരങ്ങളും നിർദ്ദേശിച്ചു കൊടുക്കുന്ന എംപവേർഡ് വെൽത്ത് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും മുഖ്യ നിർവഹണാധികാരിയുമാണ് ലീ ബ്രോവർ. ക്വാഡ്രന്റ് ലിവിംഗ് അഡ്വൈസർമാരുടെ അന്തർദേശീയ ശൃംഖലയ്ക്ക് പരിശീലനം അംഗീകാരവും നൽകുന്ന ക്വാഡ്രന്റ് ലിവിംഗ് എക്സ്പീരിയൻസ് LLC എന്ന സ്ഥാപനം അദ്ദേഹം സ്ഥാപിച്ചതാണ്. ദ ബ്രോവർ ക്വാഡ്രന്റ് എന്ന പുസ്തകം രചിച്ചു. വെൽത്ത് എൻഹാൻസ്മെൻറ്റ് ആൻഡ് പ്രിസർവേഷൻ എന്ന പുസ്തകത്തിൻ്റെ സഹരചയിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 വെബ്സൈറ്റുകൾ www.empoweredwealth.com, www.quadrantLiving.com. ജാക്ക് കാൻഫീൽഡ്. സക്സസ് പ്രിൻസിപ്പിൾസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ജാക്ക് കാൻഫീൽഡ്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർ പട്ടികയിലുള്ള പ്രശസ്തമായ ചിക്കൻ സൂപ്പ് ഫോർ ദി സോൾ എന്ന പുസ്തക പരമ്പരയുടെ സ്രഷ്ടാക്കളിൽ ഒരാളാണ്. ഈ പരമ്പര 100 ദശലക്ഷം പ്രതികൾ അച്ചടിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ സംരംഭകർ, കോർപ്പറേറ്റ് മേധാവികൾ, മാനേജേഴ്സ്, സെയിൽസ് പ്രൊഫഷണൽസ്, ജീവനക്കാർ, വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർക്ക് വിജയത്തിലേക്കുള്ള പാത തെളിയിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും മുൻനിരയിലുള്ള വിദഗ്ധനാണ് ഇദ്ദേഹം. ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. കൂടുതൽ അറിയുവാൻ www.jackcanfield.com സന്ദർശിക്കുക. റോബർട്ട് കോളിയർ. 1885-1950. വൻ വിജയം നേടിയ കൃതികളുടെ സ്രഷ്ടാവാണ് അമേരിക്കക്കാരനായ റോബർട്ട് കോളിയർ. സീക്രട്ട് ഓഫ് ദി ഏജസ്, റിച്ചസ് വിത്തിൻ യുവർ റീച്ച് എന്നിവയുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും മെറ്റാഫിസിക്സിൽ അദ്ദേഹം നടത്തിയ വിപുലമായ ഗവേഷണങ്ങളെ ആധാരമാക്കിയുള്ളവയാണ്. ജീവിത വിജയം, സന്തോഷം, സമൃദ്ധി എന്നിവയെല്ലാം ന്യായമായി ആർക്കും കൈവരിക്കാൻ കഴിയുന്നതാണ് എന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസം ഈ കൃതികളിൽ പ്രതിഫലിക്കുന്നു. റോബർട്ട് കോളിയർ പബ്ലിക്കേഷൻസിൻ്റെ ഉദാരമായ അനുമതിയോടെ 7 ഭാഗങ്ങളായുള്ള സീക്രട്ട് ഓഫ് ദി ഏജസ് എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഭാഗങ്ങളാണ് ഈ പുസ്തകത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഡോക്ടർ ജോൺ എഫ് ഡിമാർട്ടിനി, DC, BSc.
പഠിക്കാനുള്ള ശേഷിയില്ലാത്തവൻ എന്ന് കരുതിയിരുന്ന ജോൺ ഡിമാർട്ടിനി ഇപ്പോൾ ഒരു ഡോക്ടർ, തത്വജ്ഞാനി, ഗ്രന്ഥകർത്താവ്, രാജ്യാന്തര പ്രഭാഷകൻ എല്ലാമാണ്. വർഷങ്ങളോളം അദ്ദേഹം ഒരു നാഡീരോഗ ചികിത്സാ കേന്ദ്രം നടത്തിയിരുന്നു. ഒരിക്കൽ ആ വർഷത്തെ ഏറ്റവും മികച്ച നാഡീരോഗ ചികിത്സകനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ആരോഗ്യ പ്രവർത്തകരുടെ ഉപദേഷ്ടാവാണ്. രോഗശാന്തിയെയും തത്വജ്ഞാനത്തെയും കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ആവിഷ്കരിച്ച വ്യക്തിത്വ പരിവർത്തന രീതികൾ ആയിരങ്ങൾക്ക് അവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും സന്തോഷം കൈവരിക്കുവാനും സഹായകമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് www.drdimartini.com. മേരി ഡയമണ്ട്. സാർവദേശീയ പ്രശസ്തി നേടിയ ഒരു ഫെങ്ഷുയി വിദഗ്ധയാണ് മേരി ഡയമണ്ട്. ചെറുപ്രായത്തിൽ ആർജിച്ച വിജ്ഞാനത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവർ 20ലേറെ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഹോളിവുഡിലെ പ്രശസ്ത താരങ്ങൾ, പ്രമുഖ സംവിധായകർ, നിർമ്മാതാക്കൾ, സംഗീതജ്ഞർ, പ്രശസ്തരായ എഴുത്തുകാർ തുടങ്ങിയവർ ഇവരുടെ ഉപദേശങ്ങൾ പിന്തുടരുന്നു. അതിപ്രശസ്തരായ പലരെയും അവരുടെ ജീവിതത്തിൽ വൻ വിജയങ്ങൾ കൈവരിക്കാൻ ഇവർ സഹായിച്ചിട്ടുണ്ട്. വ്യക്തിഗത സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ആകർഷണ നിയമത്തെ ഇണക്കിച്ചേർക്കുന്ന വിധത്തിൽ ഡയമണ്ട് ഫെങ്ഷുയി, ഡയമണ്ട്സ് ഡൗസിംഗ്, ഇന്നർ ഡയമണ്ട്സ് ഫെങ്ഷുയി തുടങ്ങിയ സമ്പ്രദായങ്ങൾ ഇവർ ആവിഷ്കരിച്ച് ഇവരുടെ വെബ്സൈറ്റ് www.marydiamond.com. മൈക്ക് ഡൂളി അധ്യാപനമോ പ്രഭാഷണമോ തൊഴിലായി സ്വീകരിച്ച ആളല്ല. ജീവിതത്തെ സാഹസികമായി അഭിമുഖീകരിച്ച അദ്ദേഹം വൻ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും ഒരു സംരംഭകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും എല്ലാം വിജയത്തിന്റെ പാതയിലാണ് പ്രയാണം ചെയ്തത്. പ്രൈസ് വാട്ടർ ഹൗസ് എന്ന സ്ഥാപനത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ച് ജോലി ചെയ്ത അദ്ദേഹം 1989 പ്രചോദനാത്മകമായ സമ്മാനങ്ങൾ മൊത്തമായും ചില്ലറയായും വിതരണം ചെയ്യുന്ന ടോട്ടലി യുണീക്ക് തോട്ട്സ് TUT എന്ന സ്ഥാപനത്തിന്റെ സഹസ്ഥാപകനായി. ചെറിയ തുടക്കത്തിൽ നിന്ന് ഈ സ്ഥാപനം ഒരു പ്രാദേശിക വ്യാപാര ശൃംഖലയായി വളർന്നു. അമേരിക്കയിലെ പ്രമുഖ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലെല്ലാം സ്ഥാനം നേടി. ജപ്പാൻ, സൗദി അറേബ്യ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലുള്ള വിതരണ കേന്ദ്രങ്ങൾ വഴി ലോകത്തിന്റെ നാനാഭാഗത്തും ഉപഭോക്താക്കളെ ഉണ്ടാക്കി. ഇവരുടെ ഉൽപ്പന്നമായ ടോട്ടലി യുണീക്ക് ടീഷർട്ടുകൾ 10 ലക്ഷത്തിൽ പരം എണ്ണം വിൽക്കപ്പെട്ടു. 2000 ഈ സ്ഥാപനത്തെ ഇന്റർനെറ്റ് അധിഷ്ഠിതമായ പ്രചോദനാത്മകവും തത്വജ്ഞാനപരവുമായ രീതിയിൽ സാഹസിക ചിന്തകരുടെ കൂട്ടായ്മയായ ക്ലബ്ബായി പരിവർത്തനം ചെയ്തു. അതിൽ ഇപ്പോൾ 169 രാജ്യങ്ങളിൽ നിന്നായി 60,000-ൽ പരം അംഗങ്ങളുണ്ട്. 3 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ച നോട്ട്സ് ഫ്രം ദി യൂണിവേഴ്സ് ഉൾപ്പെടെ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിച്ചു. ആഗോള പ്രശസ്തി നേടിയ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്, ആർട്ട് ഓഫ് ലിവിംഗ് ടു യുവർ ഡ്രീംസ് എന്നീ ഓഡിയോ പരിപാടി സൃഷ്ടിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.tut.com എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ബോബ് ഡോയിൽ. ആകർഷണ നിയമം, അതിന്റെ പ്രായോഗിക സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു മൾട്ടിമീഡിയ പദ്ധതിയായ വെൽത്ത് ബിയോണ്ട് റീസൺ എന്ന പ്രോഗ്രാമിന്റെ ഉപജ്ഞാതാവും നടത്തിപ്പുകാരനുമാണ് ബോബ് ഡോയിൽ. ആകർഷണ നിയമത്തെ ബോധപൂർവം പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് പണം, വിജയം, വിശിഷ്ട ബന്ധങ്ങൾ തുടങ്ങിയ ആഗ്രഹിക്കുന്നതെന്തിനോടും ആകർഷിക്കുവാൻ സഹായകമാകുന്ന ശാസ്ത്രം എന്ന കാഴ്ചപ്പാടിലാണ് ബോബ് ഡോയിൽ ഊന്നൽ കൊടുത്തിരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് www.wealthbeyondreason.com നോക്കുക. ഹെയിൽ ഡോസ്കിൻ. ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലറായ ദി സെഡോണ മെത്തേഡ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ഹെയിൽ ഡോസ്കിൻ. സ്വന്തം വിശ്വാസങ്ങളുടെ പരിമിതികൾക്കുള്ളിൽപ്പെട്ട് മുന്നേറാനാവാതെ നിൽക്കുന്നവർക്ക് അവരുടെ ഹൃദയാഭിലാഷങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുക എന്ന ദൗത്യത്തിൽ അദ്ദേഹം സ്വയം സമർപ്പിച്ചു. സാക്ഷാത്കാരങ്ങൾക്ക് വിലങ്ങ് തടിയാകുന്ന വികാരങ്ങളും വിശ്വാസങ്ങളെയും മനോഭാവങ്ങളെയും കൈവടിയുവാൻ സഹായിക്കുന്ന അസാമാന്യമായ ഒരു സമ്പ്രദായമാണ് സെഡോണ മെത്തേഡ്. അദ്ദേഹം കഴിഞ്ഞ 30 വർഷങ്ങളായി ലോകത്തെമ്പാടുമുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഈ തത്വങ്ങൾ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് www.sedona.com. മോറിസ് ഗുഡ്മാൻ. അത്ഭുത മനുഷ്യൻ എന്നാണ് മോറിസ് ഗുഡ്മാൻ അറിയപ്പെടുന്നത്. സ്വന്തം വിമാനം തകർന്നു വീണ് അതീവ ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന അവസ്ഥയിൽ നിന്ന് അത്ഭുതകരമായി തിരിച്ചുവന്ന ഗുഡ്മാൻ 1981 മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായി. അദ്ദേഹം ഇനിയൊരിക്കലും നടക്കുകയില്ല, സംസാരിക്കുകയില്ല, സാധാരണ ശാരീരിക പ്രവർത്തനങ്ങളൊന്നും സാധ്യമാകില്ല എന്നാണ് വിദഗ്ധർ വിധിയെഴുതിയത്. പക്ഷേ ഇന്ന് അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ച് വിസ്മയാവഹമായ സ്വന്തം ജീവിതകഥ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം നൽകി ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ കാത്തി ഗുഡ്മാൻ ഈ രഹസ്യം പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഇച്ഛാശക്തി കൊണ്ട് രോഗമുക്തി പ്രാപിച്ച അദ്ദേഹത്തിന്റെ ജീവിതകഥ വായിക്കുവാൻ പ്രചോദനം നൽകും. കൂടുതൽ അറിയുവാൻ www.themiracle.man.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ജോൺ ഗ്രേ PhD. റിലേഷൻഷിപ്പ് ബുക്ക് വിഭാഗത്തിൽ കഴിഞ്ഞ ദശകത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട മെൻ ആർ ഫ്രം മാർസ്, വുമൺ ആർ ഫ്രം വീനസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ജോൺ ഗ്രേ. ഈ പുസ്തകത്തിന്റെ 3 കോടിയിലേറെ പ്രതികളാണ് വിൽക്കപ്പെട്ടത്. വിൽപ്പനയിൽ വൻ വിജയം നേടിയ മറ്റ് 14 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സെമിനാറുകളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യക്തിജീവിതത്തിലും തൊഴിൽ രംഗത്തും
പരസ്പരം മനസ്സിലാക്കാനും ആദരിക്കാനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അംഗീകരിക്കാനും സഹായം നൽകുക എന്നതാണ് അദ്ദേഹം പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകമാണ് മാർസ് ആൻഡ് വീനസ് ഡയറ്റ് ആൻഡ് എക്സസൈസ് സൊല്യൂഷൻസ്. കൂടുതൽ അറിയുവാൻ www.marsvenus.com സന്ദർശിക്കുക. ചാൾസ് ആനൽ 1866-1949. നേട്ടങ്ങൾ കൊയ്ത ഒരു അമേരിക്കൻ ബിസിനസ്മാനാണ് ചാൾസ് ആനൽ. ജീവിതത്തിൽ മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രയോഗിച്ച തൻ്റെ സ്വന്തം ആശയങ്ങൾ താൻ രചിച്ച ഒട്ടേറെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം പ്രകാശിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയായ ദി മാസ്റ്റർ കീ സിസ്റ്റം 24 പ്രതിവാര പാഠങ്ങളിലൂടെ മഹനീയത കൈവരിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുന്നു. 1912 ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിച്ചത്. അന്നെന്ന പോലെ ഇന്നും അതിൻ്റെ ജനപ്രീതി ഒട്ടും കുറയാതെ നിലനിൽക്കുന്നു. ജോൺ ഹെഗ്ലിൻ PhD. ലോകപ്രശസ്തനായ ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ വിദഗ്ധനും പൊതുനയ വിദഗ്ധനുമാണ് ജോൺ ഹെഗ്ലിൻ. മാനുവൽ ഫോർ ദി പെർഫെക്റ്റ് ഗവൺമെന്റ് എന്ന കൃതിയിൽ അദ്ദേഹം ഗുരുതരമായ സാമൂഹിക പാരിസ്ഥിതിക നിയമങ്ങളുമായി സമന്വയപ്പെടുത്തുന്ന ഭരണനയങ്ങളിലൂടെ ലോകസമാധാനം കൈവരിക്കാനുള്ള വഴികൾ നിർദ്ദേശിക്കുന്നു. സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന ശാസ്ത്രജ്ഞർക്കുള്ള വിശിഷ്ട അംഗീകാരമായ കിൽബി അവാർഡിന് അദ്ദേഹം അർഹനായിട്ടുണ്ട്. 2000 നാച്ചുറൽ ലോ പാർട്ടി സ്ഥാപകനായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. ഈ ഭൂമുഖത്തെ ഏറ്റവും മഹാന്മാരായ ശാസ്ത്രജ്ഞരിൽ ഒരാളായി ജോൺ ഹെഗ്ലിൻ കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് www.heglin.org. ബിൽ ഹാരിസ്. പ്രഭാഷകൻ, അധ്യാപകൻ, ബിസിനസ് ഉടമ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ബിൽ ഹാരിസ്. മനുഷ്യ മനസ്സിൻ്റെ സവിശേഷതകളെയും വ്യക്തിത്വ പരിവർത്തന സമ്പ്രദായങ്ങളെയും കുറിച്ച് നടന്നിട്ടുള്ള പൗരാണികവും ആധുനികവുമായ ഗവേഷണങ്ങളെപ്പറ്റി പഠിച്ച ശേഷം അദ്ദേഹം ഹോളോസിങ്ക് ആവിഷ്കരിച്ചു. ഇത് അഗാധമായ ധ്യാനത്തിൻ്റെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഓഡിയോ സാങ്കേതിക വിദ്യയാണ്. സെൻറ്റർ പോയിന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ലോകത്തെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളെ മാനസിക സമ്മർദ്ദങ്ങളില്ലാത്ത സന്തോഷപൂർണ്ണമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കി. കൂടുതൽ അറിയുവാൻ www.centerpoint.com സന്ദർശിക്കുക. ഡോക്ടർ ബെൻ ജോൺസൺ MD NMD DO. പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിലാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പരിശീലനം നേടിയിരുന്നത്. പക്ഷേ തന്നെ ബാധിച്ച മാരക രോഗത്തെ അദ്ദേഹം അതിജീവിച്ചത് പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യതിചലിച്ച് വ്യത്യസ്തമായൊരു മാർഗത്തിലായിരുന്നു. അതോടെ അദ്ദേഹത്തിന് ഊർജ്ജ ചികിത്സാ സമ്പ്രദായത്തിൽ താല്പര്യം ഉദിച്ചു. ഡോക്ടർ അലക്സ് ലോയിഡ് കണ്ടെത്തിയ ഹീലിംഗ് കോഡ് എന്ന രോഗശമന സമ്പ്രദായമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന താല്പര്യം. ഇപ്പോൾ ഡോക്ടർ ജോൺസണും അലക്സ് ലോയിഡും ചേർന്ന് അവരുടെ പഠനങ്ങൾ വിതരണം ചെയ്യുന്ന ഫീലിംഗ് കോഡ് കമ്പനി എന്ന സ്ഥാപനം നടത്തുന്നു. കൂടുതൽ അറിയുവാൻ www.healingcodes.com സന്ദർശിക്കുക. ലോറൽ ലാങ്മയർ. ജീവിതത്തിലെ ധനപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആളുകളെ സഹായിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര വിദ്യാഭ്യാസവും പിന്തുണയും നൽകുന്ന ലിവ് ഔട്ട് ലൗഡ് സ്ഥാപകയാണ് ലോറൽ ലാങ്മയർ. നമ്മുടെ മാനസികാവസ്ഥയാണ് സമ്പത്ത് ആർജിക്കുന്നതിൻ്റെ മുഖ്യ ഘടകം എന്നാണ് ലാങ്മയറുടെ തത്വം. ഇവരുടെ സഹായത്താൽ ഇതിനകം ധാരാളം ആളുകൾ കോടീശ്വരന്മാരായിട്ടുണ്ട്. സ്വന്തം അറിവും അനുഭവജ്ഞാനവും പങ്കുവയ്ക്കുന്ന പ്രഭാഷണങ്ങൾ ഇവർ വ്യക്തികൾക്ക് വേണ്ടിയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും നടത്താറുണ്ട്. ഇവരുടെ വെബ്സൈറ്റ് www.liveoutloud.com. പ്രൻറ്റിസ് മൾഫോൾഡ് 1834-1891. നവചിന്താ പ്രസ്ഥാനത്തിൻ്റെ ന്യൂ തോട്ട് മൂവ്മെൻറ്റിൻ്റെ ആദ്യകാല സ്ഥാപകരിൽ ഒരാളായിരുന്നു എഴുത്തുകാരനായിരുന്ന പ്രൻറ്റിസ് മൾഫോൾഡ്. ജീവിതത്തിൽ ഏറിയ പങ്കും അദ്ദേഹം ഒരു താപസിയെ പോലെ ഏകാന്ത ജീവിതം നയിച്ചു. മാനസികവും ആത്മീയവുമായ നിയമങ്ങളെ പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ അസംഖ്യം എഴുത്തുകാരെ സ്വാധീനിച്ചു. തോട്ട്സ് ആർ തിങ്സ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഉപന്യാസങ്ങളുടെ സമാഹാരമായ വൈറ്റ് ക്രോസ് ലൈബ്രറി തുടങ്ങിയവയാണ് മുഖ്യ കൃതികൾ. ലിസ നിക്കോൾസ്. വ്യക്തിത്വ ശാക്തീകരണത്തിൻ്റെ വക്താവാണ് ലിസ നിക്കോൾസ്. മോട്ടിവേറ്റിംഗ് ദി മാസസ്, മോട്ടിവേറ്റിംഗ് ദ ടീം സ്പിരിറ്റ് എന്നീ 2 നിപുണതാ പദ്ധതികളുടെ ഉപജ്ഞാതാവും സിഇഒയുമാണ്. ഈ പദ്ധതികൾ കൗമാരപ്രായക്കാരുടെയും സ്ത്രീകളുടെയും സംരംഭകരുടെയും ജീവിതത്തിൽ ഗഹനമായ മാറ്റം വരുത്തുന്നവയാണ്. കൂടാതെ ഈ പദ്ധതികൾ വിദ്യാഭ്യാസ സംവിധാനം, കോർപ്പറേറ്റ് ഇടപാടുകൾ, ശാക്തീകരണ സംഘടനകൾ, വിശ്വാസാധിഷ്ഠിത പരിപാടികൾ എന്നിവയ്ക്ക് സേവനം നൽകുന്നു. ആഗോള പ്രശസ്തി നേടിയ പരമ്പരയിലെ ചിക്കൻ സൂപ്പ് ഫോർ ദി ആഫ്രിക്കൻ അമേരിക്കൻ സോൾ എന്ന കൃതിയുടെ സഹരചയിതാവാണ്. ഇവരുടെ വെബ്സൈറ്റ് www.lisanichols.com. ബോബ് പ്രോക്ടർ. മഹാന്മാരായ ഗുരുക്കന്മാരുടെ ഒരു ശൃംഖലയിലൂടെയാണ് ബോബ് പ്രോക്ടറിന് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കൈവന്നത്. ആൻഡ്രൂ കാർണേജിയിൽ നിന്ന് നെപ്പോളിയൻ ഹില്ലിനും അദ്ദേഹത്തിൽ നിന്ന്
ഏൾ നൈറ്റിംഗേലിനും സിദ്ധിച്ച അറിവ് ഏൾ നൈറ്റിംഗേൽ അറിവിൻ്റെ ഒരു തീപ്പന്തം ബോബ് പ്രോക്ടർക്ക് പകർന്നു നൽകി. 40 വർഷത്തിലേറെയായി ബോബ് പ്രോക്ടർ പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ ശേഷിയുടെയും സാധ്യതകളുടെയും മേഖലയിലാണ്. അദ്ദേഹം ഭൂഗോളമാകെ ചുറ്റി സഞ്ചരിച്ച് രഹസ്യം പഠിപ്പിക്കുന്നു. ആകർഷണ നിയമം പ്രയോജനപ്പെടുത്തി ഐശ്വര്യത്തിനും സമൃദ്ധിയിലും ജീവിക്കാൻ വ്യക്തികളെയും കമ്പനികളെയും സഹായിക്കുന്നു. ലോകത്തെമ്പാടും ബെസ്റ്റ് സെല്ലറായ യു വേർ ബോൺ റിച്ച് എന്ന കൃതിയുടെ രചയിതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ www.bobproctor.com സന്ദർശിക്കുക. ജെയിംസ് ആർതർ റേ. ജീവിതകാലം മുഴുവൻ യഥാർത്ഥ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും തത്വങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ജെയിംസ് ആർതർ റേ. ഏത് രംഗത്തും സാമ്പത്തികം, വ്യക്തിബന്ധങ്ങൾ, ഭൗതികം, കായികം, ആത്മീകം ഏതുമാകട്ടെ പരിധിയില്ലാത്ത വിജയം നേടാൻ പഠിപ്പിക്കുന്ന ദി സയൻസ് ഓഫ് സക്സസ് ആൻഡ് ഹാർമോണിക് വെൽത്ത് എന്ന ആശയം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത പ്രവർത്തന മികവ്, പദ്ധതികൾ, കോർപ്പറേറ്റ് പരിശീലന പരിപാടികൾ, പരിശീലന സഹായികൾ എന്നിവയെല്ലാം ലോകത്തെമ്പാടും പ്രയോജനപ്പെടുത്തി വരുന്നു. യഥാർത്ഥ സമ്പത്ത്, ജീവിത വിജയം, മനുഷ്യൻ്റെ അന്തർലീനമായ ശക്തി എന്നീ വിഷയങ്ങൾ പതിവായി പ്രഭാഷണങ്ങൾ നടത്തുന്നു. പൗരസ്ത്യവും തദ്ദേശീയവും ആത്മദർശനപരവുമായ പാരമ്പര്യങ്ങളിൽ വൈദഗ്ധ്യം നേടിയയാളാണ് ജെയിംസ് റേ. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് www.jamesray.com സന്ദർശിക്കുക. ഡേവിഡ് ഷിർമർ. ഓഹരി വ്യാപാരി, നിക്ഷേപകൻ, നിക്ഷേപ പരിശീലകൻ എന്നീ നിലകളിൽ ഉന്നത വിജയം നേടിയ വ്യക്തിയാണ് ഡേവിഡ് ഷിർമർ. ഇദ്ദേഹം ഈ വിഷയങ്ങളിൽ ശില്പശാലകൾ, സെമിനാറുകൾ, കോഴ്സുകൾ തുടങ്ങിയവ നടത്തിവരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനിയായ ട്രേഡിംഗ് എഡ്ജ് ധനാർജനത്തിന് പ്രേരകമാവുന്ന മാനസികാവസ്ഥ വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ അളവറ്റ വരുമാനം നേടാനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുന്നു. പിഴയ്ക്കാത്തൊരു കൃത്യത മൂലം ഓസ്ട്രേലിയയെയും വിദേശ രാജ്യങ്ങളിലെയും ഓഹരി, കമ്മോഡിറ്റി വിപണികളെപ്പറ്റി അദ്ദേഹം നൽകുന്ന വിശകലനങ്ങൾ വലിയ മതിപ്പോടെ സ്വീകരിക്കപ്പെടുന്നു. കൂടുതൽ അറിയുവാൻ www.tradingedge.com.au സന്ദർശിക്കുക. മാർസി ഷിമോഫ് MBA. അസാമാന്യമായ വിജയം നേടിയ ചിക്കൻ സൂപ്പ് ഫോർ ദി വുമൺസ് സോൾ, ചിക്കൻ സൂപ്പ് ഫോർ ദി മദേഴ്സ് സോൾ എന്നീ കൃതികളുടെ സഹരചയിതാവാണ് മാർസി ഷിമോഫ്. വ്യക്തിത്വ പരിവർത്തന വിദഗ്ധയായ ഇവർ വ്യക്തിത്വ വികസനത്തെയും സുഖാനുഭവത്തെയും കുറിച്ച് നടത്തുന്ന വികാരതീവ്രമായ പ്രഭാഷണങ്ങൾ ഏറെ ജനപ്രീതി നേടിയിട്ടുണ്ട്. സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. ഇവരുടെ വെബ്സൈറ്റ് www.marcishimoff.com. ഡോക്ടർ ജോ വിറ്റാലെ MSDC. 20 വർഷം മുൻപ് ഭവനരഹിതനായിരുന്ന ഡോക്ടർ ജോ വിറ്റാലെ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച മുൻനിര മാർക്കറ്റിംഗ് വിദഗ്ധരിൽ ഒരാളാണ്. ലൈഫ് മിസ്സിംഗ് ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഹിപ്നോട്ടിക് റൈറ്റിംഗ്, ദി അട്രാക്ടർ ഫാക്ടർ എന്നിവയുൾപ്പെടെ ജീവിത വിജയം, സമൃദ്ധി തുടങ്ങിയ ആശയങ്ങൾ പ്രതിപാദിക്കുന്ന ഒട്ടനവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മെറ്റാഫിസിക്സിൽ ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഇദ്ദേഹം ഒരു അംഗീകൃത ഫിസിക്കൽ പ്രയോക്താവും നിയുക്ത ക്രൈസ്തവ പുരോഹിതനും ചിക്കുങ് രോഗശാന്തി ശുശ്രൂഷകനുമാണ്. കൂടുതൽ അറിയുവാൻ www.mrfire.com സന്ദർശിക്കുക. ഡോക്ടർ ഡെനിസ് വെയ്റ്റ്ലി PhD. മനുഷ്യൻ്റെ മികവ് കൊണ്ട് ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന എഴുത്തുകാർ, പ്രഭാഷകർ, ഉപദേഷ്ടാക്കൾ എന്നിവരുടെ കൂട്ടത്തിൽ അമേരിക്കയിൽ ഏറെ ആദരവ് നേടിയ ഒരാളാണ് ഡോക്ടർ ഡെനിസ് വെയ്റ്റ്ലി. നാസയുടെ ബഹിരാകാശ സഞ്ചാരികൾക്ക് പരിശീലനം നൽകാൻ നിയോഗിക്കപ്പെട്ട ആളാണ്. പിന്നീട് അദ്ദേഹം അതേ പദ്ധതി ഒളിമ്പിക് കായിക താരങ്ങൾക്കും പ്രാവർത്തികമാക്കി. സ്വന്തം വ്യക്തിത്വത്തിന്മേൽ ആധിപത്യം പുലർത്തുന്നതിനുള്ള നൈപുണ്യത്തെക്കുറിച്ച് പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദി സൈക്കോളജി ഓഫ് വിന്നിംഗ് എന്ന ഓഡിയോ പരിപാടി എക്കാലത്തെയും ജനപ്രീതി നേടി. അദ്ദേഹം നോൺ ഫിക്ഷൻ വിഭാഗത്തിൽപ്പെട്ട 15 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയിൽ പലതും ആഗോളതലത്തിൽ ബെസ്റ്റ് സെല്ലർ സ്ഥാനം നേടി. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് www.waitley.com. നീൽ ഡൊണാൾഡ് വാൾഷ്. ആധുനിക കാലത്തെ ആത്മീയ സന്ദേശവാഹകനാണ് നീൽ ഡൊണാൾഡ് വാൾഷ്. ദൈവവുമായി ഒരു സംഭാഷണം എന്ന 3 പുസ്തകങ്ങളുള്ള ഒരു പരമ്പരയിലൂടെ അദ്ദേഹം പുതിയ പാതകൾ വെട്ടിത്തുറക്കുന്നു. ഈ പരമ്പര വിൽപ്പനയിൽ എല്ലാ മുൻകാല റെക്കോർഡുകളും തകർത്തു. 22 പുസ്തകങ്ങളും ഒട്ടേറെ ഓഡിയോ വീഡിയോ പരിപാടികളും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു അസാമാന്യ പ്രതിഭാശാലി. ഒരു നവ ആത്മീയതയുടെ സന്ദേശം പ്രചരിപ്പിക്കാനായി ലോകം ചുറ്റി സഞ്ചരിക്കുന്നു. അദ്ദേഹത്തെ www.neildonaldwalsh.com വെബ്സൈറ്റിൽ ബന്ധപ്പെടാം. വാലസ് വാറ്റിൽസ്. 1860-1911. അമേരിക്കയിൽ ജനിച്ച വാലസ് വാറ്റിൽസ് വളരെ കാലം വിവിധ മതങ്ങളുടെയും തത്വശാസ്ത്രങ്ങളെയും കുറിച്ചുള്ള പഠനം നടത്തി. പിന്നീട് അദ്ദേഹം ന്യൂ തോട്ട്, നവചിന്ത എന്ന ആശയത്തിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് എഴുതാൻ ആരംഭിച്ചു. ഇന്ന് ജീവിത വിജയം, അഭിവൃദ്ധി തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആചാര്യന്മാരെ വാറ്റിൽസ് പുസ്തകങ്ങൾ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. 1910 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ദി സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് ഈ മേഖലയിലെ ഒരു ക്ലാസിക്കായി പരിഗണിക്കപ്പെടുന്നു. ഫ്രെഡ് അലൻ വൂൾഫ് PhD. ഭൗതികശാസ്ത്രജ്ഞനും എഴുത്തുകാരനും പ്രഭാഷകനുമായ
ഫ്രെഡ് അലൻ വുൾഫ് തിയററ്റിക്കൽ ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർവകലാശാലകളിൽ അദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ക്വാണ്ടം ഫിസിക്സ്, മനുഷ്യ പ്രതിജ്ഞ എന്ന വിഷയങ്ങളിലൂടെ ലോകം അറിഞ്ഞു. നാഷണൽ ബുക്ക് അവാർഡ് നേടിയ ടേക്കിംഗ് ദി ക്വാണ്ടം ലീപ്പ് തുടങ്ങിയ 12 പുസ്തകങ്ങൾ രചിച്ചു. ഇന്നും ഡോക്ടർ വൂൾഫ് എഴുതുന്നുണ്ട്, ലോകമെമ്പാടും സഞ്ചരിച്ച് പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ക്വാണ്ടം ഫിസിക്സും മനുഷ്യപ്രജ്ഞയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള തന്റെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് www.fredalenwolf.com സന്ദർശിക്കുക. ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ സ്നേഹവും സന്തോഷവും കൊണ്ട് സമ്പുഷ്ടമാക്കട്ടെ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ അറിയുവാൻ www.thesecret.tv സന്ദർശിക്കുക. ഈ പുസ്തകത്തിന്റെ രചയിതാവ് റോണ്ട ബേൺ നമ്മളെല്ലാവരെയും പോലെ അന്വേഷണത്തിന്റെ പ്രയാണത്തിലായിരുന്നു. ഈ യാത്രയിൽ അവർ എഴുത്തുകാർ, പുരോഹിതർ, അധ്യാപകർ, ചലച്ചിത്ര നിർമ്മാതാക്കൾ, ഡിസൈനർമാർ, പ്രസാധകർ തുടങ്ങിയവരുൾപ്പെട്ട വിശിഷ്ടമായ ഒരു സംഘത്തെ കൂട്ടിച്ചേർത്തു. അതിൽ നിന്നുണ്ടായ സൃഷ്ടി കോടിക്കണക്കിന് ആളുകൾക്ക് ആഹ്ലാദം പകർന്നു. ജോൺ അസ്രഫ്, മൈക്കിൾ ബെർണാഡ് ബെക്വിത്ത് തുടങ്ങിയവരാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് സംഭാവന നൽകിയ പ്രമുഖർ. മഹത്തായ ഒരു രഹസ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. യുഗങ്ങളിലൂടെ അത് കൈമാറി വന്നു. പലരും കണ്ണുവച്ചു, ഒളിപ്പിച്ചു, നഷ്ടപ്പെട്ടു, മോഷ്ടിച്ചു. വൻതുക വില കൊടുത്തു വാങ്ങി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ രഹസ്യം ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖരായ ചിലർ മനസ്സിലാക്കിയിരുന്നു. പ്ലാറ്റോ, ഗലീലിയോ, ബിതോവൻ, എഡിസൺ, കാർനെഗി, ഐൻസ്റ്റീൻ, അതുപോലെ മറ്റു പല ശാസ്ത്രജ്ഞർ, ആധ്യാത്മിക പണ്ഡിതർ, ഗവേഷകർ, ചിന്തകർ, അങ്ങനെ പലരും. ഇപ്പോൾ ഇതാ ആ രഹസ്യം ലോക ജനതയ്ക്ക് കാഴ്ചവെക്കുന്നു. ഈ രഹസ്യം മനസ്സിലാക്കുമ്പോൾ എന്ത് നേടണമെന്നും എന്ത് ചെയ്യണം, എന്താകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നേടാൻ, ചെയ്യാൻ, ആയിത്തീരാൻ എങ്ങനെ സാധ്യമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ വാസ്തവത്തിൽ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ജീവിതത്തിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്ന മഹനീയതയെക്കുറിച്ച് നിങ്ങൾ അറിയും. ആമുഖത്തിൽ നിന്ന് രഹസ്യത്തിന്റെ ഫിലിം സംസ്കരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് www.thesecret.tv സന്ദർശിക്കുക. നന്ദി.